ഇന്ന് നമ്മളൊരു നല്ല ചിക്കൻ കറിയാണ് ചെയ്യുന്നത്. കുറേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. നല്ല നാടൻ ടേസ്റ്റ് കിട്ടുന്ന ഒരു ചിക്കൻ മുളകിട്ട കറിയുടെ റെസിപ്പി കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഒരുപാട് മസാല കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി റെഡിയാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളതാണ്. കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പം ആദ്യം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് കറി റെഡിയാക്കുന്നത്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ പൊടികൾ ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അരമണിക്കൂർ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അരമണിക്കൂർ സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ആയാലും മതി. അപ്പോൾ ശരിക്കും നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ ഇതങ്ങ് ചെയ്തൊരു സൈഡിലേക്ക് വെക്കുക. പിന്നെ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ആവില്ല. അപ്പോൾ അതുവരെ അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൈഡിലേക്ക് ഇരുന്നോട്ടെ. ഇനി കറി വെക്കാനായിട്ടുള്ള പാത്രം ചൂടാക്കി എടുക്കുകയാണ്. അതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചിക്കൻ മുളകിട്ട് നാടൻ രീതിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാള, ചെറുതാണെങ്കിൽ 1 എടുക്കുക. ഇനി വലുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതി 1/4 ഭാഗത്തോളം മതി കേട്ടോ. ഒരുപാട് സവാള ചേർത്തിട്ടുള്ള കറി അല്ലത്. ഇനി സവാള ഉണ്ടെങ്കിലും ഇത്ര തന്നെ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഈ വലുപ്പത്തിലുള്ള ഉള്ളിയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇനി സവാള ഒരുപാട് നേരിട്ട് വഴറ്റൊന്നും വേണ്ട, ഒന്നങ്ങ് എണ്ണയിൽ ചൂടാക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ സവാള ചെറുതായിട്ട് അങ്ങ് വാടുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് മതി കേട്ടോ, മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ 4 പച്ചമുളക് എടുക്കുന്നുണ്ട്, കാരണം മുളകിട്ട് ചിക്കൻ കറി ആകുമ്പോൾ അത്യാവശ്യം എരിവ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് കൂടുതൽ മുളക് പൊടി എടുക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. രണ്ടും കൂടെ ഒരു 2-2.5 ടേബിൾ സ്പൂണേ വരുള്ളൂ. അതായത് ഒരു മീഡിയം വലിപ്പത്തിൽ വരുന്ന ഒരു പീസ് ഇഞ്ചി, ഒരു 10-12 അല്ലി വെളുത്തുള്ളി അത്രേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലൊരു വഴന്ന് മണം വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കുക. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. അതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട, കാരണം നമ്മൾ ആദ്യം കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്താം. ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി മസാലപ്പൊടികളൊന്നും ഒരുപാട് വേണ്ട കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു മസാലക്കറിയുടെ ടേസ്റ്റ് ആയി പോകും. മുളകിട്ട കറി ആകുമ്പോൾ ഒരുപാട് മസാലപ്പൊടി വേണ്ട. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മസാലക്കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല ഒക്കെ ഇടും. ഇതിൽ പക്ഷേ വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇത്രയും പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്യുക കേട്ടോ. കാരണം ഞാൻ ഗ്യാസ് ഓഫാക്കാൻ കാരണം വെച്ചാൽ പൊടികൾ കരിഞ്ഞിട്ടുള്ള ഒരു ടേസ്റ്റ് വരാതെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു 1 മിനിറ്റ് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അതായത് നല്ലൊരു കളറ് കിട്ടണം നമ്മളെ കറിക്ക്. അതുപോലെ തന്നെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറും വേണം. നല്ലൊരു ചുവന്ന കളറ് കിട്ടണമെങ്കിൽ ഈ സമയത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കണം. പിന്നെ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കാരണം മുളകിട്ട ചിക്കൻ കറി ആകുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയ്ക്ക് വേണ്ടതെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ മുറിച്ചത് ഇട്ട് കൊടുക്കുക. അതാ ഈ ഒരു വലുപ്പത്തിൽ വരുന്ന തക്കാളിയൊക്കെ മതി. ഇതിനേക്കാൾ കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല, പക്ഷെ വലുതാണെന്നുണ്ടെങ്കിൽ 1ന്റെ പകുതിയൊക്കെ മതിയാവും. കാരണം തക്കാളിയുടെ അളവും വളരെ കുറവേ ഉള്ളൂ. പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ മുൻപ് ചിക്കനിൽ കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത് നോക്കിയിട്ട് മതി. പിന്നെ ഇനി തക്കാളി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. അതായത് ഒരുപാട് വഴറ്റി വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തക്കാളി ചിക്കൻ്റെ കൂടെ കിടന്ന് വെന്തോളൂ. അപ്പം ആ ഒരു പൊടികളിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. അതായത് ഇതുപോലെ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം മസാല ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളുണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കുക. അതായത് അത്യാവശ്യം ചൂടിൽ തന്നെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ചിക്കൻ പീസുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചൂടായി കഴിയുന്ന സമയത്ത് ഇതിലേക്കൊരു 1 അല്ലെങ്കിൽ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കരുത് ഈ സമയത്ത്. അപ്പോൾ വെള്ളം ഒരുപാട് കൂടിപ്പോകണ്ട. അതായത് ആ ഒരു ചിക്കൻ്റെ തൊട്ട് മേലെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് പോലെ മതി. ഒരുപാടായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര വെള്ളം പോലെ ആയിപ്പോകും. കാരണം കൂടുതൽ ഉള്ളി മസാലപ്പൊടികളൊന്നും ഇല്ലാത്ത മുളക് ഇട്ടിട്ടുള്ള കറിയല്ലേ. അപ്പം ഈ ഒരു വെള്ളം മതിയാകും. എന്നിട്ടൊരു 1-2 മിനിറ്റ് നല്ല തീ കൂട്ടി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് തിള വന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടച്ചിട്ട് തീ കൂട്ടി വെക്കണ്ട.
ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മൊത്തത്തിൽ മിക്സാക്കി ഇട്ട് കൊടുക്കണം. കാരണം എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ വേവെത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 10-12 മിനിറ്റൊക്കെ അത്യാവശ്യം ചിക്കൻ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ആദ്യം ചേർക്കാതെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഗരം മസാലപ്പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഒരു ബാക്കി 10 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്തോട്ടെ. മൊത്തത്തിലൊരു 20-25 മിനിറ്റൊക്കെ മതിയാവും ചിക്കൻ വെന്ത് കിട്ടാൻ. ചിലപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ കിട്ടുന്ന ചിക്കനൊക്കെ ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആവലുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് മതി. ചിക്കൻ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ പാകത്തിന് വേവായിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ഒരിത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. ഒരുപാടൊന്നും വേണ്ട. അതിലേക്കൊരു 3-4 ചെറിയുള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ലാസ്റ്റ് ഇതിലേക്കൊരു 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ശരിക്കും ഒരു ചിക്കൻ മുളക് ഇട്ടതിൻ്റെ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ നോക്കിയിട്ട് എണ്ണ എടുത്താൽ മതി. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ സമയം ഉണ്ടെങ്കിൽ അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം എടുക്കുമ്പോഴാണ് കറി കുറച്ചുകൂടെ ഒന്ന് കുറുകി കിട്ടും. ഇപ്പോൾ ഒരു ഇത്തിരി വെള്ളം ഉള്ള പോലെ തോന്നും. പക്ഷെ ഒന്ന് അടച്ച് വെച്ചിട്ട് എടുക്കുന്ന സമയത്ത് ഒരു പകുതി ചൂടിലൊക്കെ എടുക്കുമ്പോഴേക്കും കറി പാകത്തിന് കുറുകി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞ് കറി തുറന്ന് വെക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സൂപ്പർ കറിയായിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കറീനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ നമ്മളെല്ലാവരും ചിക്കൻ കറി ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും കേട്ടോ. എന്നാലും നമ്മളെ വീട്ടിലിപ്പോൾ കുറച്ച് പ്രായമുള്ളവരൊക്കെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതൽ തോന്നലുണ്ടല്ലോ, ഒരു നാടൻ രുചി കൂടുതൽ കിട്ടും. അപ്പം ആ ഒരു രീതിയിലാണ് കേട്ടോ, അത് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നാട്ടിൽ എൻ്റെ ഉപ്പച്ചീൻ്റെ പെങ്ങളമ്മായി നല്ല ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഞാനിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. ആ ഒരു നാടൻ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറി നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ അടിപൊളിയാട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. നെയ്ച്ചോറും ഈ രീതിയിലുള്ള കോഴിമുളക് ഇട്ടതും സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തു നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇനി എന്തായാലും നല്ലൊരു റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. താങ്ക്